കേരളത്തിന്റെ വടക്കൻ മലബാർ മേഖലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഊരാലുങ്കൽ. ജാതി വ്യവസ്ഥയും ദാരിദ്ര്യവും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാണിരുന്ന 1920കളിൽ ആ ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. എന്നാൽ അക്കാലത്ത് അവിടെ ഉണ്ടായ ഒരു ഉണർവ് പിന്നീട് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. സാമൂഹിക പരിഷ്കർത്താവും ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനുമായ വാഗ്ഭടാനന്ദ ഗുരുദേവന്റെ വാക്കുകളായിരുന്നു ആ മാറ്റത്തിന് തിരിതെളിച്ചത്. അധ്വാനമാണ് സമ്പത്ത്, അധ്വാനമാണ് മഹത്വം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തത്വം. ജാതി ചിന്തകൾക്കപ്പുറം മനുഷ്യൻ സ്വയം പര്യാപ്തമാകണമെന്നും തൊഴിലിലൂടെ അന്തസ്സ് നേടണമെന്നും അദ്ദേഹം ഗ്രാമവാസികളെ പഠിപ്പിച്ചു. ഗുരുദേവന്റെ ഈ ദർശനത്തിൽ ആകൃഷ്ടരായ 14 യുവാക്കൾ 1925 ഒരു ധീരമായ തീരുമാനമെടുത്തു. അവർ ഒരുമിച്ച് ചേർന്ന് ഒരു സഹകരണ സംഘം രൂപീകരിച്ചു. അങ്ങനെ 1925 ഫെബ്രുവരി 13 ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അന്ന് അവരുടെ കൈവശം വലിയ മൂലധനമോ യന്ത്രസാമഗ്രികളോ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും പരസ്പര വിശ്വാസവും മാത്രമായിരുന്നു. ഗ്രാമത്തിലെ ചെറിയ മതിലുകൾ കെട്ടുക, വേലികൾ നിർമ്മിക്കുക, കിണറുകൾ കുഴിക്കുക തുടങ്ങിയ ചെറിയ ജോലികളിലായിരുന്നു അവരുടെ തുടക്കം. 6 അണ കൊണ്ടായിരുന്നു അവർ തങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ആ ചെറിയ തുടക്കം വരും കാലങ്ങളിൽ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ള 18,000-ലധികം കുടുംബങ്ങൾക്ക് അന്നം നൽകുന്ന ഒരു വൻ വൃക്ഷമായി വളരാനുള്ള വിത്തായിരുന്നു. ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഊരാലുങ്കൽ സൊസൈറ്റി കൈവരിച്ച നേട്ടങ്ങൾ അവിശ്വസനീയമാണ്. സ്പെയിനിലെ മോൺട്രാഗൻ കോർപ്പറേഷനും ഡെൻമാർക്കിലെ ആൻഡൽ ഗ്രൂപ്പിനും പിന്നിലായി വ്യവസായ യൂട്ടിലിറ്റി മേഖലയിലെ ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ സഹകരണ പ്രസ്ഥാനമായി ULCCS മാറിയിരിക്കുന്നു. വെറും കയ്യാലകൾ കെട്ടി തുടങ്ങിയവർ ഇന്ന് നിർമ്മിക്കുന്നത് കൂറ്റൻ പാലങ്ങളും ഹൈവേകളും വലിയ കെട്ടിടങ്ങളുമാണ്. ഈ വിജയത്തിന് പിന്നിലെ പ്രധാന രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ സവിശേഷമായ സഹകരണ മാതൃകയാണെന്ന് നിസ്സംശയം പറയാം. ഇവിടെ തൊഴിലാളികൾ വെറും ജോലിക്കാരല്ല, മറിച്ച് സ്ഥാപനത്തിന്റെ ഉടമകൾ കൂടിയാണ്. സ്ഥാപനത്തിന് ലഭിക്കുന്ന ലാഭത്തിന്റെ 80% തൊഴിലാളികൾക്ക് ബോണസായും മറ്റ് ആനുകൂല്യങ്ങളായും തിരികെ നൽകുന്നു. ബാക്കി വരുന്ന 20% മാത്രമാണ് സൊസൈറ്റിയുടെ കരുതൽ നിധിയായും വികസന പ്രവർത്തനങ്ങൾക്കുമായും മാറ്റിവെക്കുന്നത്. തൊഴിലാളികൾ തന്നെ മാനേജ്മെന്റിനെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. 13 അംഗങ്ങളുള്ള ഭരണസമിതിയെ അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു. തൊഴിലാളികൾ തന്നെ ഉടമകളായതുകൊണ്ട് തൊഴിൽ തർക്കങ്ങൾക്കോ സമരങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല. കേരളം പോലെ തൊഴിൽ സമരങ്ങൾക്ക് പേരുകേട്ട ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും പണിമുടക്ക് കാരണം പ്രവർത്തനം മുടങ്ങിയിട്ടില്ല എന്നത് ഊരാലുങ്കലിന്റെ മാത്രം പ്രത്യേകതയാണ്. ഈ തൊഴിൽ സംസ്കാരം ഐക്യരാഷ്ട്രസഭ മാതൃകയായി എടുത്തു കാണിച്ചിട്ടുണ്ട്. കാലം മാറിയതനുസരിച്ച് ഊരാലുങ്കൽ സൊസൈറ്റിയും മാറി. ചെറിയ റോഡുകളിൽ നിന്ന് വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളിലേക്ക് അവർ ചുവടുവെച്ചു. കേരളത്തിലെ പല നിർമ്മാണ വ്യവസായങ്ങളും ഇവരുടെ കയ്യൊപ്പ് പതിഞ്ഞവയാണ്. വലിയഴീക്കൽ പാലം, പെരുമ്പളം പാലം, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നവീകരണം, കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ദേശീയപാത നിർമ്മാണം തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രം. ഇന്ന് ഏകദേശം 2400 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവുള്ള സൊസൈറ്റി 8000-ലധികം പ്രൊജക്ടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്തതാണ് ഇവരുടെ വിജയത്തിന്റെ മറ്റൊരു കാരണം. നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ സ്വന്തമായി ലാബുകളും വിദഗ്ധരായ എഞ്ചിനീയർമാരും ഇവർക്കുണ്ട്. പണികൾ പുറം കരാർ നൽകാതെ നേരിട്ട് നടപ്പാക്കുന്നു എന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. 2000ങ്ങളുടെ തുടക്കത്തിൽ കേരളത്തിലെ സാമൂഹിക സാഹചര്യം മാറാൻ തുടങ്ങി. പുതിയ തലമുറയ്ക്ക് പരമ്പരാഗത നിർമ്മാണ ജോലികളോട് താല്പര്യം കുറഞ്ഞു. വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർ വൈറ്റ് കോളർ ജോലികൾ ആഗ്രഹിക്കാൻ തുടങ്ങി. ഇത് തിരിച്ചറിഞ്ഞ ഊരാലുങ്കൽ സൊസൈറ്റി തങ്ങളുടെ തട്ടകം വിപുലീകരിക്കാൻ തീരുമാനിച്ചു. 2003 സൊസൈറ്റിയിലെ ഒരു സംഘം ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് ഒരു പഠനയാത്ര നടത്തി. ബാംഗ്ലൂരും ഹൈദരാബാദും പോലുള്ള നഗരങ്ങളിലെ IT വിപ്ലവം അവരെ ചിന്തിപ്പിച്ചു. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും കൊച്ചിയിൽ ഇൻഫോ പാർക്കും ഉണ്ടെങ്കിലും മലബാർ മേഖലയിൽ IT തൊഴിലവസരങ്ങൾ കുറവാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് കോഴിക്കോട് ഒരു IT പാർക്ക് തുടങ്ങണമെന്ന ആശയം ഉദിക്കുന്നത്. ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി IT പാർക്ക് തുടങ്ങുകയോ പലരും സംശയിച്ചു. എന്നാൽ 2016 അന്നത്തെ രാഷ്ട്രപതി പ്രണവ് മുഖർജി ഉദ്ഘാടനം ചെയ്ത UL സൈബർ പാർക്ക് ആ സംശയങ്ങൾക്കുള്ള മറുപടിയായിരുന്നു. ഇന്ത്യയിൽ ഒരു ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഉടമസ്ഥതയിലുള്ള ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായി ഇത് മാറി. ഇന്ന് 23 ഏക്കറിലായി പരന്നു കിടക്കുന്ന സൈബർ പാർക്കിൽ 43-ലധികം കമ്പനികളും 3000-ഓളം IT പ്രൊഫഷണലുകളും ജോലി ചെയ്യുന്നു. ടാറ്റ എലക്സി പോലുള്ള വമ്പൻ കമ്പനികൾ വരെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇത് കേവലം ലാഭമുണ്ടാക്കാനുള്ള ഒരിടമല്ല, മറിച്ച് മലബാറിലെ യുവതലമുറയ്ക്ക് തൊഴിൽ നൽകാനുള്ള ഒരു സാമൂഹിക ദൗത്യം കൂടിയാണ്. നിർമ്മാണത്തിനും ITക്കും പുറമെ വിനോദസഞ്ചാര മേഖലയിലും സൊസൈറ്റി വലിയ ചുവടുവെപ്പുകൾ നടത്തി. പരമ്പരാഗത കരകൗശല വിദ്യകൾ അന്യം നിന്നു പോകുന്നത് തടയാനും കലാകാരന്മാർക്ക് അന്തസ്സുള്ള ജീവിതം നൽകാനുമായി അവർ 2 വലിയ പദ്ധതികൾ നടപ്പിലാക്കി. ഒന്ന് കോഴിക്കോട് ഇരിങ്ങലുള്ള സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, മറ്റൊന്ന് തിരുവനന്തപുരം കോവളത്തുള്ള കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്.
കോവളത്തെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്വാറിയിൽ നിന്നാണ് സൊസൈറ്റി മനോഹരമായ ഈ ഗ്രാമം സൃഷ്ടിച്ചെടുത്തത്. ഇന്നവിടെ നൂറുകണക്കിന് കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാനും അവസരമുണ്ട്. ഇടനിലക്കാരില്ലാതെ കലാകാരന്മാർക്ക് വരുമാനം ലഭിക്കുന്നു എന്നത് ഇതിന്റെ വലിയ പ്രത്യേകതയാണ്. തടിയിലും ലോഹത്തിലും തീർത്ത ശില്പങ്ങൾ, കൈത്തറി വസ്ത്രങ്ങൾ തുടങ്ങി കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങൾ ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. സൊസൈറ്റിയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായത്. മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്ക് വീടും ജീവനും നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ലാഭത്തെക്കാൾ ഉപരി സാമൂഹിക സേവനത്തിന് മുൻഗണന നൽകുന്ന സൊസൈറ്റി ദുരന്തബാധിതരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന പുനരധിവാസ പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഊരാലുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തു. എൽസ്റ്റോൺ, നെടുമ്പാല എസ്റ്റേറ്റുകളിലായി 64 ഹെക്ടർ സ്ഥലത്ത് ഒരു വലിയ ടൗൺഷിപ്പ് തന്നെ അവർ നിർമ്മിക്കുകയാണ്. 410 വീടുകളാണ് ഇവിടെ ഉയർന്നത്. ഓരോ വീടും 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ളതും ഭാവിയിൽ മുകളിലേക്ക് പണിയാൻ സാധിക്കുന്നതുമാണ്. വെറും ഒരു വീട് പണിയുക എന്നതിലുപരി അവിടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സ്കൂൾ, വായനശാല, മാർക്കറ്റ്, അങ്കണവാടി, കളിസ്ഥലം, ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ ടൗൺഷിപ്പിൽ ഉണ്ടാകും. നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപേ ജനുവരി 2026 തന്നെ പണി പൂർത്തിയാക്കാനാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. ഇതൊരു നിർമ്മാണ പ്രവൃത്തിയല്ല, മറിച്ച് തകർന്ന ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ്. 100ാം വാർഷികത്തിന്റെ ഭാഗമായി സൊസൈറ്റി പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തി. യൂസ് ഫിയർ. പരമ്പരാഗത നിർമ്മാണ രീതികളിൽ നിന്ന് മാറി വേഗത്തിലും കൃത്യതയിലും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ്സ് നിർമ്മിക്കുന്നതിലൂടെ നിർമ്മാണ സമയം 50% വരെ കുറയ്ക്കാൻ സാധിക്കും. കാനഡ ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് കെട്ടിടം നിർമ്മിച്ചുകൊണ്ടാണ് യൂസ് ഫിയർ തങ്ങളുടെ യാത്ര തുടങ്ങിയത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ 30,000 കോടി രൂപയുടെ വിറ്റുവരവാണ് സൊസൈറ്റി ലക്ഷ്യമിടുന്നത്. ഇതിനായി റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പുതിയ നിർമ്മാണ സാമഗ്രികൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മാത്രമല്ല, കേരളത്തിന് പുറത്തേക്ക്, പ്രത്യേകിച്ച് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ ദുബായിലും സിംഗപ്പൂരിലും കാണുന്നത് പോലെയുള്ള ലേസർ ഷോകൾ ക്രാഫ്റ്റ് വില്ലേജുകളിൽ ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. മലബാർ മേഖലയിലെ ടൂറിസം വികസനത്തിനായി പുതിയ ഹോട്ടലുകളും ഹോം സ്റ്റേകളും ആരംഭിക്കാനും അവർ ലക്ഷ്യമിടുന്നു. വെറും 14 തൊഴിലാളികൾ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് 18,000-ലധികം പേർക്ക് ജീവിതം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയത് അത്ഭുതകരമാണ്. മുതലാളിത്തത്തിന്റെയും ലാഭക്കൊതിയുടെയും ലോകത്ത് സഹകരണത്തിലൂടെയും ഐക്യത്തിലൂടെയും എങ്ങനെ വൻ വിജയങ്ങൾ നേടാമെന്ന് ഊരാലുങ്കൽ സൊസൈറ്റി തെളിയിച്ചു. അവരുടെ വിജയം കേവലം കണക്കുകളിലോ ലാഭത്തിലോ ഒതുങ്ങുന്നില്ല. വയനാട്ടിലെ ഭവനരഹിതർക്ക് വീട് നൽകുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിലും പരമ്പരാഗത കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിലും ആയിരക്കണക്കിന് യുവാക്കൾക്ക് IT ജോലി നൽകുന്നതിലും ഈ വിജയം കാണാം. തങ്ങളുടെ തൊഴിലാളികളുടെ കീശയിലേക്കാണ് ഈ വരുമാനം പോകുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കല്ല എന്ന് അവർ അഭിമാനത്തോടെ പറയുന്നു. മനുഷ്യന്റെ അധ്വാനത്തിന് വില കൽപ്പിക്കുകയും ലാഭത്തിന്റെ വിഹിതം അർഹതപ്പെട്ടവർക്ക് നൽകുകയും സാമൂഹിക നന്മ ലക്ഷ്യമാക്കുകയും ചെയ്താൽ ഏതൊരു സംരംഭവും വിജയിക്കും എന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വരും നൂറ്റാണ്ടിലും ഈ മാതൃക ലോകത്തിന് വെളിച്ചം പകരുമെന്ന് ഉറപ്പാണ്.